ലച്ചുവേച്ചി കേശു എന്തേ? കേശു അല്ലേ? കേശു എന്തിയായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ആ മുറിയില്ലേ, ആ മുറിയുടെ മൂലയ്ക്ക് ഒരു സോഫ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് കണ്ണ് നിറച്ച് പുറത്തേക്ക് തലയിട്ടിരിപ്പുണ്ടാവും. നല്ല വിഷമമുണ്ടല്ലേ? പിന്നെ വിഷമമില്ലാതിരിക്കോ? എടാ നിനക്കറിയോ, കേശു അവൾ ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഞാൻ അവൾ ഇഷ്ടപ്പെട്ടതാ. എന്നിട്ടാണ് അവൾ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചേ. ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? അത് ശരി. അപ്പൊ അവള് പറയാതെ പോയത് കൊണ്ടാണ് നിനക്ക് വിഷമം. അവനെ തേച്ചാൽ നിനക്ക് വിഷമമൊന്നുമില്ല. അവനെ തേച്ചാൽ എനിക്കെന്ത് വിഷമം? ഒരു വാക്ക് പറഞ്ഞിട്ട് പോയായിരുന്നു. ഒരു നന്ദിയില്ലാത്ത കൊച്ചു. മാച്ചില്ലാത്ത പറയല്ലേട്ടാ, നന്ദിയില്ലാത്ത കൊച്ചെന്നാ. അവളുടെ അവസ്ഥ എന്തോരുന്നു ചേച്ചിക്ക് അറിയൂ? അറിയാ ചുമ്മാത്തില്ലാത്ത പറയല്. ഒരു മാസമായിട്ട് അവളുടെ വീട്ടിൽ പ്രഷറായിരുന്നു, ഭയങ്കര പ്രഷറായിരുന്നു. അവളുടെ ഡാഡി അവിടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവളുടെ മമ്മി അവരുടെ വീട്ടിൽ പോയി. അതറിയോ ചേച്ചിക്ക്? ഇതൊക്കെ ചേച്ചിരുത്തൊന്ന് പറയണം അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ അവസ്ഥ നമുക്ക് പറ്റിയില്ല. ശരിക്കും അവളുടെ ഭാഗത്തല്ല തെറ്റ്, എന്റെ ഭാഗത്താ തെറ്റ്. ഞാനാ കണ്ടോ ഇപ്പോഴും തെറ്റും കുറ്റം മൊത്തം അവനങ്ങ് ഏറ്റെടുത്ത്. എടാ ഇങ്ങോട്ട് നോക്കടാ. എടാ ഒന്നും അല്ലെങ്കിലേ ആ കൊച്ചിവിടെ വരുമ്പോ അതിനോട് നല്ല ആത്മാർത്ഥമായിട്ട് പെരുമാറില്ലേ ഞങ്ങള്? അതിന്റെ സാഹചര്യം ഇവിടെ വന്ന് ഞങ്ങളോടൊന്ന് പറയാറുണ്ടല്ലോ അതിന്. അമ്മൂമ്മ, മെർലിന് നിങ്ങളെല്ലാരുടെ അടുത്തും നല്ല എടുപ്പുണ്ടായിരുന്നില്ലേ? ചിലപ്പോ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. மீனு, நீ வந்தது எனக்கு தெரியவே இல்லப்பா. நீ காலையில ஏதாவது சாப்பிட்டியா? ആ കഴിച്ചു. அப்படின்னா டீ எடுக்கட்டா? കുഴപ്പമില്ല. കണ്ടാ, ഇവിടെ ഇങ്ങനെയാ. ഇനിയിപ്പൊ നാളെ അമേരിക്കയിൽ പോയ മെർലിൻ വല്ല സായിപ്പിനെയും കെട്ടി തങ്കം പോലത്തെ കൊച്ചായിട്ട് കേറി വന്നാലും ഇവിടെ ഇങ്ങനെ തന്നെയായിരിക്കും. ചായ എടുക്കട്ടെ, ജ്യൂസ് എടുക്കട്ടെ, കാപ്പി എടുക്കട്ടെ. മെർലിനും മെർലിന്റെ സായിപ്പും കൂടി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സ്വീകരിച്ചിരുത്താം. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അവരെയൊക്കെ ഞാൻ സ്വീകരിച്ചിരുത്തിക്കോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ കേശു. അതെന്തൊരു വർത്താനോ കൊച്ചെ പറയുന്നേ? ഇപ്പൊ പോവണ്ട மீனு, மத்தியானம் சாப்பிட்டுட்டு போலாம்ப்பா. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കേറിയാല് ചായ കുടിച്ചിട്ട് പോകാം, സാപ്പിട്ടിട്ട് പോകാന്നും പറഞ്ഞോണ്ടിരുന്ന മേലാളി നീ അങ്ങനെ ചെയ്താലുണ്ടല്ലോ. കുഴപ്പമില്ല, ഞാൻ ഇറങ്ങാം. അയ്യോ, ഈ പറഞ്ഞതൊന്നും മോളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മോള് ചായയൊക്കെ കുടിച്ച് വെയിലൊക്കെ അറിയിട്ട് പതുക്കെ പോയാ മതി. അളിയാ കേശു, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു കടമ്പ പോലെ കടന്നു പോകും. ഓക്കെ சித்து, நீ சொன்னது ரொம்ப கரெக்ட் தான். டே கேசு, நீ அவளை பத்தி ஒண்ணுமே நினைக்க வேண்டாம். அம்மா, நான் அது இல்லம்மா யோசிக்கிறேன். அவங்க அம்மா வந்து இவ்ளோ பாசமா இருந்துட்டு ஒரு வார்த்தை கூட கூப்பிட்டு சொல்லலாம்ல? மீனு, உனக்கு தெரியுமா, நான் அவங்களுக்கு என் கையால எவ்வளோ காஃபி போட்டு கொடுத்திருக்கேன் தெரியுமா? அந்த பாசமாவது. അത് തന്നെ, ആ അമ്മയോട് എന്ത് സ്നേഹമായിട്ട് നമ്മൾ പെരുമാറിയതാ. എന്നിട്ട് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞോ? കേശു, അവരെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാല് 4 വർത്താനം ഞാൻ പറയും. എന്റെ ഒരു അറിവില് മെർലിനെ പറ്റാവുന്ന അത്രയും മെർലിൻ പിടിച്ചേക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഇവന്റെ വാക്കും കേട്ട് ആ കൊച്ചെന്തിനാ നിൽക്കുന്നത്? അത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. എന്റെ വാക്കേട്ട് ആ കൊച്ചിനെ എന്തിനാ നിൽക്കണേ? അതെവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ട്. പക്ഷേ എന്റെ ജീവിതം ഞാൻ ഇപ്പൊ നിലവില് തെറ്റെന്തോ അറിയൂ, ഞാൻ അതിനെ ആത്മാർത്ഥത്തോട് സ്നേഹിച്ചു. പറഞ്ഞിട്ട് കാര്യല്ലേ, ഭാഗ്യമില്ലാത്തല്ലേ അമ്മൂമ്മ? അതൊക്കെ എന്തൊരു ഭാഗ്യം, നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കേശു, മീനു എന്തായി താൻ ഇറങ്ങിയ പോവാണോ? ഏയ് ഇനിയിപ്പോ എന്തായാലും വൈകുന്നേരമായിട്ട് ഇറങ്ങണുള്ളൂ. എന്തേ, ഞാൻ നിൽക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്തൊരു ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ലല്ലേ.
പിന്നെ തന്റെ ഷൂട്ടും കാര്യങ്ങളും മറ്റേ അഭിനയം ഒക്കെ എങ്ങനെ പോണു? നന്നായിട്ട് പോണോ? ആ പിന്നെ അന്നത്തെ പ്രാങ്കിന് ശേഷമേ ഞാൻ 2-3 തവണ തന്റെ 2-3 ഷോർട്ട് ഫിലിം ഒക്കെ ഞാൻ കണ്ടായിരുന്നു. കണ്ടോ, നല്ല രസമുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും താൻ അഭിനയിച്ച് വലിയൊരു നടിയാവും. അപ്പൊ നമ്മളെ മറക്കല്ലേ. എന്നേക്കാൾ നല്ലോണം എന്തായാലും കേശു അഭിനയിക്കണേ. എന്തൊരു അടിപൊളിയായിട്ട് വിഷമൊക്കെ മറച്ചു വെക്കണത്. അപ്പം വിഷമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മറച്ചു വെച്ചല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിഷമിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് വിഷമവും, അതെനിക്ക് സഹിക്കും. മാത്രമല്ല ഇവിടുത്തെ അവസ്ഥ എല്ലാരും അറിഞ്ഞിട്ടില്ല. ശിവാനിയൊക്കെ അറിഞ്ഞു കഴിയുമ്പോ എന്തു പോകുന്നു ദൈവം തമ്പുരാൻ അറിയാം. കേശു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ മെർലിൻ ആത്മാർത്ഥമായിട്ടാണോ കേശുവിനെ സ്നേഹിച്ചത്? ആത്മാർത്ഥത അല്ലേ? ആത്മാർത്ഥമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഈ മനുഷ്യന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിപ്പെൻസ്. എനിക്ക് വലിയ ഫിലോസഫി ഒന്നും അറിയാൻ പാടില്ല, എന്നാലും സാധാരണക്കാരുടെ മനസ്സ് വായിക്കറിയാം. കേശു എന്തായാലും മെർലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതെന്ന് എനിക്കറിയാം. എനിക്ക് അതങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റൂല. കാരണം എന്താ, എനിക്ക് എന്നെ അത്രയ്ക്ക് വൃത്തിക്ക് അറിഞ്ഞൂടാ. തനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും എന്റെ നെഗറ്റീവ് വശങ്ങൾ അറിഞ്ഞ. കേശു, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നണേ ഈ കാര്യത്തിൽ മെർലിനാണ് നഷ്ടം. കേശുവിന്റെ ഫാമിലി എന്തൊരു അടിപൊളി ഫാമിലിയാ. മെർലിൻ എങ്ങാനും ഈ വീട്ടിലോട്ട് കയറി വന്നിരുന്നെങ്കിൽ ഈ പഴയ ആൾക്കാർ പറയുന്ന പോലെ രാജകുമാരിയെ പോലെ ജീവിക്കായിരുന്നു. രാജകുമാരി അല്ലേ? ആ പറഞ്ഞിട്ട് കാര്യമില്ല, ചേരേണ്ടവർ തമ്മിലല്ലേ ചേരുള്ളൂ. ആ ഉടയമ്പരെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ അല്ലേ നടക്കും. പിന്നെ ഉടയതമ്പുരാൻ ഇതൊക്കെ എഴുതി വെക്കലല്ലേ പണി. പിന്നെല്ലാ പുള്ളിക്ക് എന്തൊരു പണി? പുള്ളി ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും, അതൊക്കെ ഇങ്ങനെ മുകളിലിരുന്ന് കണ്ട് രസിക്കും. പുള്ളിക്ക് വേണ്ട ഒരു ഫണ്ട്. കേശു ഭയങ്കര വിശ്വാസിയാണല്ലേ? വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നും ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ യുക്തിക്ക് മുകളിലാണല്ലോ വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാ കേശുവിന് ഇങ്ങനെ കാണുന്നേ. സാധാരണ എന്തൊരു ഹാപ്പി ആയിട്ട് ഇരിക്കാറ്. വല്ലപ്പോഴും ഇങ്ങനെ മാറണ്ടേ അല്ലേ? പിന്നെ എന്തൊരു മനുഷ്യൻ. കേശു ആയോണ്ട് ഇങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കണേ. ഞാനെങ്ങാനായിരുന്നെങ്കിൽ ഒന്നുമില്ല, ഉള്ളിൽ അടക്കി പിടിച്ചിരുന്നേ പറ്റുള്ളൂ. അതാണ് ജീവിതം. ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട്? അങ്ങനെ വെച്ചാ ഇതുവരെ ആയിട്ടില്ല. ഇത് പേടിയാണോ? പേടിയാണോന്ന് വെച്ചാ പേടിയുണ്ട്. പക്ഷെ ഈ സ്നേഹിക്കാനൊക്കെ ഇഷ്ടാ. ഓ, ഈ സ്നേഹം എന്ന് പറയണത് ഭയങ്കര സംഭവം. സത്യം പറഞ്ഞ അതൊരു ചുഴിയാണ്. അതിലിങ്ങനെ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഇങ്ങനെ കാണും, പുറത്തിറങ്ങാൻ പറ്റും. കേശു പറഞ്ഞ പോലെ ഉടയതമ്പുരാൻ എന്താ എഴുതി വെച്ചേക്കണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. കേശു ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട. കേശുവിന് ഇഷ്ടപ്പെടുന്ന കുറെ പേര് കേശുവിന് ചുറ്റുമുണ്ട്. കേശു, ഞാനും വരുന്നു.